സ്പെഷ്യൽ ഓർഡർ ഒപ്പിക്കാൻ പറ്റുമോ നോക്കാം. അല്ലടാ അവനെ? ഓക്കെ. കേട്ടോ ചേച്ചി, പീസ് നീലകണ്ഠനകത്ത് കുടഞ്ഞോണ്ടിരിക്കുക. എന്ത് കുടഞ്ഞാലെന്താ, ഇപ്പൊ അയാളുടെ സമയല്ലേ? അല്ല, രാഷ്ട്രീയത്തിലെല്ലാം അത്രേ ഉള്ളൂ. വെറുതെ തുണ്ടൻ തുണ്ടൻ തുണി വെട്ടിക്കൊണ്ടിരുന്ന ടൈലർ നീലാണ്ടനല്ലേ ഇപ്പൊ പാർട്ടിയുടെ ഏക മന്ത്രി. ഇക്കാര്യത്തിൽ പാർട്ടി കണ്ണടച്ചൊരു തീരുമാനം എടുക്കരുത്. കഴിഞ്ഞ 25 വർഷക്കാലമായി ഞാൻ പാർട്ടിക്ക് വേണ്ടി ജീവിച്ച ആളാ. ഞാൻ വ്യവസായ മന്ത്രി ആയതിനു ശേഷം ഞാൻ പാർട്ടിക്ക് വേണ്ടി എന്തെല്ലാം ചെയ്തു എന്ന് നിങ്ങൾക്കറിയാം. ഇപ്പൊ നിങ്ങൾ എല്ലാരും കൂടെ ചേർന്ന് ഞാൻ അഴിമതി കാണിച്ചു എന്ന് പറഞ്ഞ ഞാൻ സമ്മതിക്കൂല. ഞങ്ങളല്ല നീലേട്ടാ, ഇവിടുത്തെ പത്രങ്ങളാ. പത്രക്കാർക്ക് പത്രങ്ങൾ ഒരുമിച്ച് മന്ത്രി അഴിമതിക്കാരനാണെന്ന് പറയുമ്പോ പാർട്ടിക്ക് വെറുതെ നോക്കിയിരിക്കാൻ ഒക്കൂ? നിങ്ങളെ മന്ത്രിമന്ദിരത്തിലിരിക്കുക, റോഡിലിറങ്ങി നടക്കുന്നത് ഞങ്ങളാ. ജനങ്ങൾ ഞങ്ങളോടാ ചോദിക്കുന്നത്. അങ്ങനെ ഞാൻ അഴിമതി കാണിച്ചെങ്കിൽ ഒരു പീസ് പറ. പീസോ? ഒരു കട്ട് പീസ് പറ. നമ്മളിപ്പോ തൽക്കാലം ചിന്തിക്കേണ്ടത് മിസ്റ്റർ നീലകണ്ഠനെ കൊണ്ട് പാർട്ടിക്കുണ്ടായിട്ടുള്ള ചീത്തപ്പേര് എങ്ങനെ മാറ്റിയെടുക്കാം എന്നുള്ളതിനെ പറ്റി. അതത്ര എളുപ്പമുള്ള പണിയല്ല, അത്രത്തോളം ആരോപണങ്ങളുണ്ട്. തൽക്കാലം ജനങ്ങളുടെ ശ്രദ്ധ തിരിച്ചുവിടുക, അതാണ് ആവശ്യം. അതിനെന്ത് ചെയ്യണം? ഒന്നുകിൽ ഒരു ഭൂമി ഉലുക്കം ഉണ്ടാവണം, അല്ലെങ്കിൽ ഒരു ഉരുൾപൊട്ടൽ, അതുമല്ലെങ്കിൽ കുറെ എണ്ണത്തിനെ വെടിവെച്ചങ്ങ് കൊല്ലണം. ഇതൊന്നും പറ്റിയില്ലെങ്കിൽ മിനിമം ഒരു സമരമെങ്കിലും കൃത്രിമമായിട്ട് അങ്ങ് ഉണ്ടാകണം. അല്ല, അതുകൊണ്ടൊന്ന് പ്രസക്തി. അങ്ങനെ ജനങ്ങളുടെ ശ്രദ്ധ തിരിച്ചുവിടാം. അതൊരു നല്ല പീസാ. താനും നമ്മുടെ അറിവാ. ഈ കൂട്ടുമന്ത്രിസഭയിൽ നമുക്ക് ആകെയുള്ളൊരു മന്ത്രി നീലാണ്ടന്. ആഭ്യന്തരമന്ത്രി കുഞ്ഞിക്കണ്ണൻ ആദ്യം മുതലേ നമ്മുടെ മന്ത്രിക്കെതിരാ. എനിക്കെതിരെ പത്രക്കാരെ ഇളക്കി വിട്ടത് ലവന്റെ ഒരു പീസാ. നീലകണ്ഠൻ പറഞ്ഞത് എനിക്ക് മനസ്സിലായി. ആഭ്യന്തരമന്ത്രിക്കെതിരെ ക്രമസമാധാന നില വഷളായി എന്ന കാരണം പറഞ്ഞുകൊണ്ട് നമ്മൾ സമരം ചെയ്യും. അതായത് ഭരണത്തോടൊപ്പം സമരവും. അങ്ങനെ നമ്മുടെ പാർട്ടിയുടെ പ്രതിച്ഛായ വളർത്തിയെടുക്കുന്നു. ഇതാര് സംഘടിപ്പിക്കും? എല്ലാ സമരത്തിനും ചുക്കാൻ പിടിക്കുന്ന ചാക്കോച്ചനാണല്ലോ. ഇതും ചാക്കോച്ചൻ തന്നെ ചെയ്താൽ മതി. അത് ഒരു 100 വട്ടം സമരം ചെയ്യാനും എനിക്ക് സന്തോഷമാണെന്ന് നിങ്ങൾക്കറിയാലോ. പക്ഷേ അടുത്ത 10-ാം തീയതി എന്റെ വൈഫിനൊരു മേജർ ഓപ്പറേഷൻ ഫിക്സ് ചെയ്തിരിക്കുക. ആ സമയത്ത് ഞാനവിടെ ഇല്ലെങ്കിൽ. അങ്ങനെയാണെങ്കിൽ സദാശിവൻ അതങ്ങ് ഏറ്റെടുക്ക്. അയ്യോ, അത് ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല. അടുത്ത മാസം 12-ാം തീയതി എന്റെ ഒരു അനന്തരവളുടെ കല്യാണമാണ്. അച്ഛനില്ലാത്തത് കൊണ്ട് ഞാൻ നിന്ന് വേണോ അത് നടത്താൻ. അതിനിടയിൽ അത് നമുക്ക് PS ഏൽപ്പിച്ചാലോ? അത് കൊള്ളാം. ശരിയാണ്, എല്ലാ കാര്യങ്ങളും PS തന്നെ നോക്കിക്കൊള്ളും. നമ്മളൊന്നും അറിയണ്ട. PS സാറിനെ മുകളിൽ വിളിക്കുന്നു. മാറി കേട്ട് 25 വർഷക്കാലമായിട്ട് വലിച്ചോണ്ടിരിക്കായിരുന്നു എനിക്കറിയാം. യുവജന നേതാവ് വരുന്നുണ്ട്. PS നാട്ടിൽ വഷളായിക്കൊണ്ടിരിക്കുന്ന ക്രമസമാധാന നിലയ്ക്കെതിരെ വരുന്ന 16-ാം തീയതി മുതൽ സംസ്ഥാന വ്യാപകമായ സമരം നടത്താനാണ് പാർട്ടിയുടെ തീരുമാനം. അതായത് എല്ലാ കലക്ടറേറ്റുകളും പിക്കറ്റ് ചെയ്യുക, ഇവിടെ സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ മാർച്ച് നടത്തുക. ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം PS-നെ ഏൽപ്പിക്കാനാണ് പാർട്ടിയുടെ തീരുമാനം. അതിന്റെ മുന്നോടിയായി സംസ്ഥാന വ്യാപകമായി സഞ്ചരിച്ച് നമ്മുടെ എല്ലാ യൂണിറ്റുകളുമായി ബന്ധപ്പെട്ട് അപ്പൊ ഞങ്ങളെ വിവരം അറിയിക്കണം. എന്തു പറയുന്നു? പാർട്ടി പറയുന്ന പോലെ PS മിനിസ്റ്ററോട് പറഞ്ഞ കാര്യം നടക്കും. പക്ഷേ PS ആളൊരു പ്രത്യേക ടൈപ്പാ. വേണേ നമുക്ക് എന്തെങ്കിലും മുടക്കാം. അങ്ങനെ നേരിട്ടൊന്നും വാങ്ങൂല. പിന്നെ PS-ന് കാശിന് സ്വല്പം ബുദ്ധിമുട്ടുള്ള സമയമാണ്. ഏതായാലും നമുക്ക് ഒരുമിച്ച് അദ്ദേഹത്തെ കാണാം. സംസാരത്തിനിടയ്ക്ക് എപ്പോഴെങ്കിലും കോളർ ഇതേ ഇങ്ങനെ പിടിച്ച് വലിച്ചാൽ കാശ് എളുപ്പം റെഡിയായിക്കോ, ബാക്കി കാര്യം ഞാൻ ഏറ്റുന്ന അർത്ഥം. അതാ പുള്ളിയുടെ കോഡ്. സുഖേട്ടന്റെ ഇതുവരെയുള്ള രാഷ്ട്രീയ ജീവിതത്തിലെ ആകെ സമ്പാദ്യം ഇതാ. 4 അണയ്ക്ക് പ്രയോജനമില്ലാത്ത കുറെ യാത്രകളും യാത്രക്കിടയിൽ വാങ്ങിച്ചു കൂട്ടുന്ന കുറെ ബ്രഷും പേസ്റ്റും. പക്ഷെ ഒന്ന് വിട്ടുപോയി. എന്റെ വാവക്കുട്ടി, എന്റെ രാഷ്ട്രീയ പ്രസംഗത്തിന്റെ മാസ്മര ശക്തിയിൽ എനിക്ക് കിട്ടിയ എന്റെ ജീവിതസഖി. വന്നിട്ടുണ്ട് ഏതോ പ്ലഗ്. ചെല്ല് ചെല്ല്. താഴെ ഇറങ്ങിക്ക്. കൂടുതൽ സ്വാതന്ത്ര്യം എടുക്കുന്നൊന്നും PS-ന് ഇഷ്ടമല്ല. നമസ്കാരം PS. ഇതാണ് ഞാൻ പറഞ്ഞ ആള്. എനിക്ക് താല്പര്യം തോന്നാൻ കാരണം വേറൊന്നുമല്ല. ഇയാളുടെ പെങ്ങള് കാസർഗോഡും അവരുടെ ഹസ്ബൻഡ് ചേർത്തലയിലുമാണ്. പിള്ളേരുടെ പഠിത്തം ആകെ കുഴഞ്ഞിരിക്കുകയാണ്. ആർക്കെങ്കിലും ഒരാൾക്ക് ഒരു ട്രാൻസ്ഫർ ഒപ്പിച്ചാ നമ്മളെ കൊണ്ടൊരു കുടുംബം രക്ഷപ്പെടുന്നേ രക്ഷപ്പെട്ടോട്ടെ. PS മിനിസ്റ്ററോട് ഒരു വാക്ക് പറഞ്ഞാൽ മതി, ഷുവറായിട്ട് നടക്കും. ശരി, ഞാൻ നോക്കട്ടെ. എന്നാ സമയം മെനക്കെടുത്തുന്നില്ല. കണ്ണൂർ പോവല്ലേ? വന്നിട്ട് കാണാം. കോളറി പിടിച്ച പിടുത്തം കണ്ട, അതാണ് കുരുടാമണി ശശിയുടെ കഴിവ്.
എന്താ സുഖേട്ട ഇങ്ങനെ കറങ്ങി നിൽക്കുന്നത്? കണ്ണൂര് പോകുന്നില്ലേ? പാർട്ടി കണ്ണൂർ പോകാൻ പറഞ്ഞാൽ എനിക്ക് അങ്ങനെ പോകാൻ പറ്റുമോ? നീ നിന്റെ നയം വ്യക്തമാക്കുന്നില്ലല്ലോ. എന്റെ സുഖേട്ട, ഇത്തവണ എന്റെ കാശില്ല. അല്ല, ഞാൻ അറിയാൻ വയ്യാഞ്ഞിട്ട് ചോദിക്ക. പാർട്ടി കാര്യത്തിന് വേണ്ടിയല്ലേ പോകുന്നത്? അപ്പൊ അവരില്ലേ? എന്നാലും നിന്റെ സുഖേട്ടൻ്റെ മിനിമം ഒരു 500 മണീസെങ്കിലും ഒരു യാത്ര പോകുമ്പോ വേണ്ടേ? അതിരിക്കട്ടെ. കഴിഞ്ഞ മാസം പാലക്കാട്ട് പോകുമ്പോ 200 രൂപ വാങ്ങിച്ച ഓർമ്മയുണ്ടോ? ഉണ്ട്. പിന്നെ മട്ടാഞ്ചേരി പോകുമ്പോ ഒരു 100 രൂപ. അത് വാവ മറന്നുപോയി. ഞാനൊന്നും നിഷേധിക്കുന്നില്ല. ഇതെല്ലാം കൂടെ ഒരു ദിവസം ഞാനങ്ങ് തിരിച്ചു തരും. അതെ അതെ. അന്ന് പാർട്ടിയുടെ ആവശ്യത്തിന് വേണ്ടി ഭൂപണയ ബാങ്കിൽ നിന്ന് എന്റെ വസ്തു പണയം വെച്ച് 10,000 രൂപ വാങ്ങിച്ചില്ലേ? അതിന്റെ ഏർപ്പാടെന്തായി? അതിന്റെ ഏർപ്പാടായിക്കൊണ്ടിരിക്കുകയാണ്. ദേ, അച്ഛൻ അറിഞ്ഞിട്ടില്ല കേട്ടോ. അതെല്ലാം ശരിയാവും. തൽക്കാലം സുഖേട്ടൻ അങ്ങനെ കണ്ണൂർ പോവും. അതിനിപ്പോ ഒറ്റ മാർഗേ ഉള്ളൂ. എന്താ? ദേ, ഇതങ്ങ് ഊരിത്തരാം. പണയം വെച്ചോളൂ, എടുത്തു തന്നാ മതി. അതെന്നെ എന്റെ വാവ ഒരു പ്രതിസന്ധിയിലാക്കിയതാണല്ലോ. എന്ത് പ്രതിസന്ധി? അതായത് ബാങ്കിൽ പോയി ഞാൻ പണയം വെക്കാന്ന് വെച്ചാൽ ഭാവിയിൽ ഒരു മന്ത്രിപദം അലങ്കരിക്കേണ്ട എന്റെ പ്രതിച്ഛായ. ഓ, അപ്പൊ മന്ത്രിയുടെ ഭാര്യയ്ക്ക് പ്രതിച്ഛായ പ്രശ്നമൊന്നും അല്ലല്ലോ അല്ലേ? എന്നൊരു കാര്യം ചെയ്യാം. ഞാൻ കോളേജിൽ പോയി മുഖം കാണിച്ചിട്ട് ബാങ്കിൽ പോയി പണയം വെച്ച് കാശും വാങ്ങി സ്റ്റേഷനിൽ വരാം. അത് ന്യായം. അതിനു മുമ്പ് ഞാൻ തൈക്കാട് ഒരു ചെറിയ തീപ്പൊരി പ്രസംഗം നടത്തി സ്റ്റേഷൻ വന്നേക്കാം. ഓക്കെ? ഞാൻ ചോദിക്കുകയാണ്, ഇതെന്ത് സാമൂഹ്യ നീതിയാണ്? സ്വാശ്രയശീലം നമ്മുടെ തലമുറയ്ക്ക് നഷ്ടപ്പെട്ടു പോയോ? എന്തിനും ഔചിത്യബോധമില്ലാതെ മറ്റുള്ളവരെ ആശ്രയിക്കുന്ന പ്രവണത നാം അപലപിക്കേണ്ടിയിരിക്കുന്നു. പുറം രാജ്യങ്ങളിലെ കാര്യങ്ങൾ തന്നെ നോക്കാം. ഉദാഹരണത്തിന് അമേരിക്കയുടെ കാര്യം തന്നെ എടുക്കാം. അവിടെ 5 വയസ്സായ കുട്ടികൾ പോലും സ്വന്തമായി ജോലി ചെയ്ത് കാശുണ്ടാക്കുന്നു. നിങ്ങളിൽ ഭൂരിഭാഗം പേരും ചെറുപ്പക്കാരാണ്. സ്വാശ്രയശീലം ഇപ്പൊ തന്നെ ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കിയില്ലെങ്കിൽ നാളെ നിങ്ങളൊരു കുടുംബമായി ജീവിക്കേണ്ടി വരുമ്പോൾ അമ്പേ പരാജയപ്പെട്ടു പോകും. എന്താ ഇത്ര താമസം? കാശിവിടെ ഡയറിയിലുണ്ട്. ഞാൻ പറഞ്ഞത്ര ഉണ്ടോ? ഉണ്ടെന്ന്. അപ്പൊ ഞാൻ പോട്ടെ. പിന്നൊരു കാര്യം, എന്ന് തിരിച്ചു വരും? ഞാൻ ശനിയാഴ്ച വരും. അന്നേന്ന് വരണേ. എന്താ കാര്യം അറിയാലോ? എന്താ? ഞായറാഴ്ച എന്റെ പിറന്നാളാ. വരാതിരിക്കരുത്, മറക്കരുത് കേട്ടോ. ഓക്കെ ഓക്കെ. ഒരാഴ്ചക്കകം കാസർകോട്ടുള്ള പെങ്ങളും ചേർത്തലയുള്ള അളിയനും ഒന്നിക്കും. പോരെ? ഒരു ചായ എടുക്കാൻ പറഞ്ഞിട്ട് എത്ര നേരമായി? ശബ്ദത്തിന് എന്താ ഇത്ര കനം? ചായ തരാം, ആദ്യം കാശെടുത്ത്. ഏത് കാശ്? ഏത് കാശോ? എന്നെ കെട്ടാൻ നേരത്ത് എന്തൊരു പുജ്ഞമായിരുന്നു. ഇതിനും കൂടെ പൊന്നു വാങ്ങിച്ചാ എവിടെ കൊണ്ട് ഇടുവടി? എനിക്കറിയാം എന്റെ മരുമോളിന്ന് വരുമെന്ന്. എനിക്കറിയാം എന്റെ അമ്മായിയമ്മ ഇന്ന് തന്നെ പ്രതീക്ഷിക്കുമെന്ന്. സുഖേട്ടൻ കണ്ണൂര് പോയിരിക്കുക. 2 ദിവസം കഴിഞ്ഞേ വരൂ. അപ്പോഴല്ലേ എനിക്കിങ്ങോട്ട് വരാൻ പറ്റൂ. അല്ലെങ്കിൽ അമ്മ അവിടെ വന്ന് താമസിക്കണം. അത് അമ്മ ചെയ്യുകയില്ല. അതിരിക്കട്ടെ. കൊച്ചവൻ എങ്ങനെ ഇരിക്കുന്നു? അയ്യോ, ഒന്നും പറയണ്ട. അവന്റെ വാശിയും വഴക്കും ഒരു ഭാഗത്ത്, സുഖേട്ടന്റെ നയവും രാഷ്ട്രീയവും വേറൊരു ഭാഗത്ത്. ഇതിനിടെ കിടന്ന് ഞാൻ ഞെരുങ്ങുക. അത് കൊള്ളാം. അമ്മ എത്ര ഞെരുങ്ങിയതാ മോളെ. ഒരു രാഷ്ട്രീയക്കാരന്റെ ഭാര്യയാവുമ്പം ക്ഷമയും സഹനശക്തി ആവശ്യമാണ്. സുഖുവിന്റെ അച്ഛൻ ഉച്ചയ്ക്ക് ഉണ്ണാൻ വരുമ്പം കുറഞ്ഞതൊരു 5 നേതാക്കന്മാരെങ്കിലും കൂടെ കാണും. എത്ര വെച്ച് വിളമ്പിയതാ. നീ വാ. അയ്യോ വേണ്ടമേ, എനിക്ക് ഉടനെ പോണം. പിന്നെന്തിനാ നീ ഇത്ര അത്യാവശ്യമായിട്ട് ഇങ്ങോട്ട് വന്നത്? ഞാൻ കുറച്ച് കാശ് അമ്മയ്ക്ക് തരാനാ വന്നത്. സുഖേട്ടൻ പ്രത്യേകം പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് പോയതാ. അതിന് ഞാൻ കാശൊന്നും ചോദിച്ചില്ലല്ലോ. ചോദിക്കാതെയും ഞങ്ങൾക്ക് തരാമല്ലോ. നീ ഇങ്ങോട്ട് വാ, ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ട് വാ. ഞാൻ ചോദിക്കുകയാണ്, എന്നെ മമ്മിയാണോ കുളിപ്പിക്കുന്നത് അതോ പപ്പയാണോ കുളിപ്പിക്കുന്നത്? മോനെ, പപ്പ ഇന്നലെ രാത്രി വളരെ വൈകിയ വന്നത്. ഉറക്കത്തിൽ ശല്യപ്പെടുത്തിയാ ദേഷ്യപ്പെടും, പറഞ്ഞേക്കാം. മമ്മി നയം വ്യക്തമാക്കണം. എന്താ? സാറ് വരാൻ പറഞ്ഞിരുന്നു. അയ്യോ, ഉറങ്ങാണല്ലോ. ഇന്നലെ കണ്ണൂരിൽ നിന്ന് വന്നപ്പോ വളരെ താമസിച്ചു. എന്താ കാര്യം? സാറാ ഇന്ന് വരാൻ പറഞ്ഞത്. എനിക്ക് ഉടനെ കൊല്ലത്തേക്ക് പോവുകയും വേണം. എന്നാ ഇരിക്കൂ. സുഖേട്ടാ, സുഖേട്ടാ, ദേ ഒരാള് കാണാൻ വന്നിരിക്കുന്നു. സുഖേട്ടാ,
ആളാരാന്ന് പറ. ഓ, പേര് നക്ഷത്രമുള്ള ആരെവിടെ കാണാൻ വരാറുള്ളത്? ചിലപ്പോ അമേരിക്കൻ പ്രസിഡന്റ് ആയിരിക്കും. അമേരിക്കൻ പ്രസിഡന്റ്. നമസ്കാരം സാർ. ആ, നമസ്കാരം. ആ പന്തലിന്റെ കാശ് എവിടെ ആയിരുന്നു ഇതുവരെ? ഞാനിനി അന്വേഷിക്കാത്ത സ്ഥലമില്ല. ഇതൊക്കെ അപ്പൊ ഒന്ന് വാങ്ങിച്ചോണ്ട് പോണ്ടേ? എത്രയായി? അത് എല്ലാം കൂടി 560 രൂപയായി. പിന്നെ സാറായതുകൊണ്ട് ഒരു 460 രൂപ തന്നാ മതി. ഓഹോ, ഇരിക്ക്. ഈ കണക്കിന് പോയാൽ